ഇന്ന് നമുക്ക് ഇവിടെ പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിനെ കുറിച്ച് പഠിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ 2 ക്രിമ്പിംഗ് ടൂളുകൾ കണ്ടോ. അതായത് ഈ ഇരിക്കുന്നത് സാധാരണ ക്രിമ്പിംഗ് ടൂൾ. അതായത് നമ്മൾ ഇന്നലെ ഈ ഒരു ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ടാണ് എങ്ങനെ ക്രിമ്പ് ചെയ്യണമെന്ന് നമ്മൾ ഇന്നലെ നോക്കിയത്. അതിൻ്റെ കണക്ടറാണിത്. അതായത് ഒരു RJ45 കണക്ടറാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമ്മൾ നോർമലി സാധാരണയായി കണ്ടുവരുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുതൽ പുറത്തൊക്കെ പോകുമ്പോൾ, അതായത് ഇന്ത്യക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു ക്രിമ്പിംഗ് ടൂളിന് പുറമെ ഇതുപോലൊരു ക്രിമ്പിംഗ് ടൂൾ കാണാറുണ്ട്. ഇതാണ് പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൻ്റെ ആ കണക്ടറാണിത്. ഈ കാണുന്നത് പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൻ്റെ ഒരു കണക്ടറാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം കാണാനായിട്ട് ഈ 2 ക്രിമ്പിംഗ് ടൂളും 2 കണക്ടറും ഒരുപോലെയാണെങ്കിലും ഈ ഒരു ക്രിമ്പിംഗ് ടൂളിൻ്റെയും അതുപോലെ തന്നെ പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൻ്റെയും ചെയ്യുന്ന ആ കണക്ടർ തമ്മിൽ, RJ45 കണക്ടർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യത്യാസം എന്താണെന്നും അതെങ്ങനെയാണെന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഇന്നലെ നമ്മൾ ഈ ഒരു ടൂളിൽ, അതായത് സാധാരണ ക്രിമ്പിംഗ് ടൂളിൽ എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ടൂളിൽ, അതായത് ഈ ഒരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൽ എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കാറ്റ്6 കേബിൾ, ഈ കാണുന്നത് ഒരു കാറ്റ്6 കേബിളാണ്. അപ്പോൾ ഈ കേബിൾ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. ക്രിമ്പിംഗ് ടൂൾ, അതായത് ക്രിമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളാണിത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ വയറൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അതായത് നോർമലി നമ്മൾ മറ്റേ സാധാരണ ക്രിമ്പിംഗ് ടൂളിൽ ചെയ്യണ പോലെ തന്നെ ഈ ക്രിമ്പിംഗ് ടൂളിലും ആ വയർ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു വയർ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മളത് വയർ കട്ട് ചെയ്തു. ശ്രദ്ധിക്കാതെ വയർ കട്ടാവാതെ വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗവും ആ ഒരു ടൊയിനും നമ്മൾ കട്ട് ചെയ്തിരിക്കും. ടൊയിൻ നൂൽ നമ്മൾ ഇന്നലെ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അതായത് ഇതിങ്ങനെ വലിച്ച് കീറിയതിനെ നമുക്ക് ഈ സ്ലീവ് കളഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ടൊയിൻ. അപ്പോൾ രണ്ടും നമ്മളത് കട്ട് ചെയ്ത് കളയാം. ഒരു കട്ടർ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓരോ ട്വിസ്റ്റഡ് പെയേഴ്സും നമ്മൾ അൺട്വിസ്റ്റഡ് ചെയ്യാം. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, അങ്ങനെ ഓരോ വയറും നമുക്ക് ഇത് ചെയ്യാം, അൺട്വിസ്റ്റഡ് ചെയ്യാം. അൺട്വിസ്റ്റഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത കേബിളിൻ്റെ വെച്ച് തന്നെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നു. അത് വെച്ചിട്ട് നമുക്കിതിനെ ഒരു സ്ട്രൈറ്റനിങ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രൈറ്റനിങ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കളർ കോഡ് അനുസരിച്ച് ബി സ്റ്റാൻഡേർഡ് കളർ കോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. കളർ കോഡിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ അത് കാണാത്തവർ കാണുക. ഈ 2 വീഡിയോസിന് മുമ്പ് തന്നെ ആ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. കളർ കോഡ് ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. ബി സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്യുക. ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, അങ്ങനെ ആ കളർ കോഡ് അനുസരിച്ച് എടുക്കുക. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ശേഷം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക കേബിൾസ്. ചെക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്യുക. നമ്മൾ നോർമലി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനിയാണ് ഈ ഒരു കണക്ടറിൻ്റെ പ്രാധാന്യം വരുന്നത്. അതായത് നമ്മൾ നോർമൽ കണ്ട ടൂളിലെ, അതായത് ഈ ഒരു ക്രിമ്പിംഗ് ടൂളിലെ RJ45 കണക്ടർ പോലെയല്ല പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിലെ, അതായത് ഈ ഒരു ക്രിമ്പിംഗ് ടൂളിലെ കണക്ടർ വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ടർ നിങ്ങൾ കണ്ടോളുക. അത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു രീതിയിൽ വേണത് എൻ്റർ ചെയ്യാനായിട്ട്, കണക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഉള്ളോട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാകും. അതായത് ഇപ്പോൾ ഞാനത് ഇടുകയാണ്. ആ കേബിള് നോക്കുക, ഇടുക. ഇട്ട് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ കേബിൾ പുറത്തോട്ട് വന്നാണ്ടോ. പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളുകൾ ഇങ്ങനെയാണ്, എന്നാൽ ക്രിമ്പിംഗ് ടൂളിൻ്റെ കണക്ടേഴ്സ് ഇങ്ങനെയാണ്. എന്നാൽ സാധാരണ ഉള്ള ക്രിമ്പിംഗ് ടൂളിൻ്റെ ഇത്തരം കണക്ടേഴ്സ് ഇതുപോലെയല്ല, കാണാനൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഈ കണക്ടേഴ്സ് ഇങ്ങനെയാണ്. പാസ് ത്രൂ ഇതുപോലെ ത്രൂ ആയിട്ട് വരും, പുറത്തോട്ട് വന്നാണ്ടിട്ടുണ്ടല്ലേ.
ഇതുപോലെ പുറത്തോട്ട് വരും. അപ്പോൾ ഇതൊരു ഗുണം കൂടി ഉണ്ട്. കാരണം വെച്ചാൽ സാധാരണ ക്രിമ്പിംഗ് ടൂളിനെ അപേക്ഷിച്ച് ക്രിമ്പ് ചെയ്യുമ്പോൾ അപേക്ഷിച്ച് വളരെ സുഖമാണ്. ഇതിൻ്റെ കളർ കോഡ് തെറ്റില്ല, നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ അത് കളർ കോഡ് തെറ്റാതെ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് നമുക്കിത് സഹായിക്കും. നമുക്കൊന്നുകൂടി കൺഫേം ചെയ്യുകയും ചെയ്യാം ഇത് കറക്റ്റായിട്ടാണ് വന്നേക്കണേ എന്നുള്ളത്. അതൊരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൻ്റെ ഒരു ഗുണമാണ്. എന്നിട്ട് നമ്മൾ ആ ക്രിമ്പിംഗ് ടൂൾ എടുക്കുക. ക്രിമ്പിംഗ് ടൂൾ എടുത്തിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കയറ്റിയിട്ട് കട്ട് ചെയ്യുക. നോർമലി സാധാരണ ക്രിമ്പിംഗ് ടൂൾ നമ്മൾ എന്താണ് ക്രിമ്പിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ കയറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഇത് കട്ടായി പോകുന്നത്. ഇവിടെ കട്ടായി പോകും, മൊത്തത്തിൽ അത് കട്ടായി പോകും. നോക്കുക, കാണാം നമ്മൾ ക്രിമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൽ നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണക്ടർ പ്രത്യേകം നോക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രിമ്പിംഗ് ടൂൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇത്രയും കണക്ടേഴ്സാണ് നിങ്ങളത് കണക്ടറിൽ ആ ഒരു നമ്മുടെ ആ ഒരു 8 വയറുകൾ, അതായത് 4 പെയർ വയറുകൾ വെക്കുമ്പോൾ അതുപോലെ ഇതുപോലെ പാസ് ത്രൂ ആയിട്ട് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ഇങ്ങനെയാണ് വന്നേക്കണേ എന്നുള്ളതാണ്. അപ്പോൾ അത് ക്രിമ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അത് ചേർത്തിട്ട് വേണം ഇത് ക്രിമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പാസ് ത്രൂവിൻ്റെ ക്രിമ്പിംഗ് ഉള്ളത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ ഉള്ള ക്രിമ്പിംഗ് ഞാൻ ഓൾറെഡി സാധാരണ ക്രിമ്പിംഗ് ടൂളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുക. ഇത് നമ്മുടെ പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൻ്റെ ക്രിമ്പിംഗ് ചെയ്യുന്ന രീതിയാണ്.